ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങളെന്താ രേണുസുധി സെർച്ച് ചെയ്താൽ മതി, എൻ്റെ ബയോ ഒക്കെ വന്നു. അപ്പം മനസ്സിലാവും എനിക്ക് മാനേജറെ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ആ ചോദിച്ചു അമ്പോ ഗൂഗിളിൽ നോക്കിയാൽ മതി, അറിയാവുന്ന രേണുസുധി ആയിരുന്നു. നോക്കിയാലോ, നോക്കിക്കളയാം. അതിനു മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്താണെന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. നമുക്ക് ഹൈപ്പും കമന്റും ലൈക്കും എല്ലാം തരിക. കൂടുതലായിട്ട് പിന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നും നമ്മൾ രേണുസുധിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം രേണുസുധി ഓടി നടന്ന് മീഡിയക്കാരെ കാണുമ്പോഴത്തേനും വായി തോന്നിയ അപരാധങ്ങളൊക്കെ പറയുമ്പോഴത്തേനും വന്നിരുന്ന് റിയാക്ട് ചെയ്യാതെ നമുക്ക് ഞരമ്പുകളിൽ ചോര തിളയ്ക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നാലെണ്ണം നമ്മളും പറയണ്ടേ. അത് അങ്ങനെ ഒരു പറയുന്ന സാധനമാണ്. വലിയ കഥയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ഈ ഒരു വിഷയം കാണാൻ താല്പര്യമുള്ളവർ മാത്രമേ ഈ വീഡിയോ മുന്നോട്ട് കാണാവൂ. അല്ലാതെ നീ എന്തിനാണോ എപ്പോഴും രേണുസുധിയുടെ പുറകെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നവര് ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ, ഒത്തിരി നിന്ന് ഞാൻ വലിച്ചു കിട്ടുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ദിസ് ക്വസ്റ്റ്യൻ ഈസ് രേണുസുധി ഇനി ഒരു വിവാഹം കഴിക്കുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായ കാരണം രേണുസുധി തന്നെ പലയിടത്തായിട്ട് പറയുന്നു, ഞാനൊരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണോ, ഒരു 2 വർഷത്തിനകത്ത് ഞാൻ കെട്ടുവോ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്, കഴുത്ത കണ്ടില്ല സി, നെറ്റി കണ്ടില്ല സി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ തന്നെ മിസ്ലീഡ് ചെയ്തൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും നാള് കൊല്ലം സുധിയെ വിറ്റിട്ടാണ് പുള്ളിക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കൊല്ലം സുധി അവിടെ സൈഡിൽ ഇരിക്കട്ടെ, പുള്ളിനെ നമുക്ക് വിൽക്കാം, ഇപ്പൊ വേറൊരാളും കൂടെ നമുക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പൊ ആ ചോദിച്ച ചോദ്യം, രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ സുധി എന്നുള്ള പേര് അതിന്റെ പുറകിൽ നിന്ന് മാറ്റുമോ? ഇതാണ് ചോദ്യം. ഓക്കെ, മൂന്നാമതാണെങ്കിലും ഈ രേണു സുധി എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ അങ്ങനെ വിവാഹം കഴിച്ചാൽ? ട്രാപ്പാണെന്ത്? സുധി എന്നുള്ള പേര് മാറ്റാൻ പറ്റൂല, മാറ്റി കഴിഞ്ഞാൽ റീച്ച് പോവും. ഇപ്പൊ തന്നെ ജീവിക്കുന്നത് ഈ രേണു സുധിടാ, സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധിടാ ഇത് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സുധി എങ്ങനെ മാറ്റാൻ പറ്റും? അത് പറ്റൂല, അത് പറ്റൂലെന്നാണ് എന്റെ ഒരു ഇത്. വേറൊരാളുടെ ഭാര്യ ആകോ ഇല്ലെന്നെ ആ പേരിന്റെ കൂടെ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റും എന്നാണ് പറഞ്ഞേ. ആ പേരിന്റെ കൂടെ സുധി എന്നുള്ള പേര് മാറ്റും. അങ്ങനെ രേണു സുധി എന്നുള്ള പേര് മാറ്റിയിട്ട് രേണു .ഇൻഷൽ സി, അതാണല്ലോ സി എൽ ഇപ്പൊ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുന്നേ, എന്ന് മാറ്റി കഴിഞ്ഞാൽ അത് ഈ കൊല്ലം സുധിയുടെ ആത്മാവിന് വലിയൊരു റിലീഫ് ആയിരിക്കും. സത്യമായിട്ട് ഞാൻ പറയാണ്. ഇത്രയും ജനങ്ങൾ പുള്ളിക്കാരനെ അപരാധിക്കുന്ന നിർത്തും. നിങ്ങൾക്ക് തന്നെ പുള്ളിക്കാരനൊരു ഒരു നന്മയിലേക്ക് തള്ളിവിടാൻ പറ്റും എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കേരള ജനക്കര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. എത്രയും പെട്ടെന്ന് എന്റെ പന്നളിയ പുള്ളിക്കാരി കെട്ടു കേട്ടോ, മറ്റേ സീച്ചട്ടാ. ആയാൽ ഇപ്പോഴും പറയാണ്, ഇന്നും ഞാൻ കൊല്ലം സുധിയുടെ വൈഫ് രേണുസുധി തന്നെയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ, എന്റെ കഴുത്തിൽ വേറൊരാളുടെ താലിയോ പിന്നോ മെഹറോ എന്ത് വേണോ കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും. ഇപ്പൊ ഓക്കെ ഇല്ലേ, പിള്ളച്ചൻ കള്ളം പറയുന്നു പറഞ്ഞേനെ. മെഹറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, പിള്ളച്ചൻ കള്ളം പറയാന്ന് വിചാരിച്ചേ. കാരണം പലയിടത്തായിട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാണ്, ഒരു 2 വർഷത്തിനായി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കെട്ടും, ഞാൻ തട്ട വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കാലാകാലങ്ങളായിട്ട് കൊല്ലം സുധീനെ വിറ്റുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു സംശയമില്ല, കൊല്ലം സുധീനെ വിറ്റുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഹിറ്റാവാനുണ്ടായ ഏക കാരണം കൊല്ലം സുധിയുടെ മരണമാണ്. അതായത് ഒരു മനുഷ്യന്റെ മരണത്തെ മുതലെടുത്ത് ആണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കണം എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ജീവിതത്തിലേക്ക് കയറി വന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മോഡലായാലോ അല്ലെങ്കിൽ സെലിബ്രിറ്റി അങ്ങനെയാണല്ലോ പറയുന്നത്, സെലിബ്രിറ്റി ആയതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ അതുല്യ കലാകാരന് മരണപ്പെടുന്നത് വരെ ഒരു ചീത്തപ്പേരുള്ളായിരുന്നു, മേടിച്ച പൈസ തിരിച്ചു കൊടുക്കത്തില്ല. ഇപ്പോ ഒരു മനുഷ്യന് എന്തൊക്കെ ചീത്തപ്പേരുണ്ടാകുമോ അതെല്ലാം നിങ്ങൾ മേടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് എത്ര നറ്റിച്ചിട്ടാലും കുഴപ്പമില്ല, മക്ക് ദമ്പടി കിട്ടിയാൽ മതി. ഈ ഒരു സെറ്റപ്പിലാണ് രേണു ഇപ്പൊ മാറിയത്. പുള്ളിക്കാരന്റെ മരണത്തോടെ രേണുവിന്റെ ജീവിതത്തിന്റെ ഗ്രാഫ് വലിഞ്ഞു മേപ്പോട്ട് കയറുമായിരുന്നു. അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം സുധി പുള്ളിക്കാരുടെ ജീവിതത്തിലെ ഒരു ജൂനിയർ മാൻഡ്രേക്ക് പോലെയാണ് പുള്ളിക്കാരി അവതരിപ്പിച്ചു വെക്കുന്നത്. കാരണം കൊല്ലം സുധി അവതരിപ്പിച്ചു വെക്കുന്ന ഇൻ ദ സെൻസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്, കൊല്ലം സുധിയുടെ കൂടെ ജീവിച്ചിരുന്ന സമയത്ത് പുള്ളിക്കാരൻ കുടുംബം നോക്കിയിരുന്ന സമയത്ത് ആ കുടുംബത്തിന് ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കുകയും പുള്ളിക്കാരന്റെ മരണശേഷം ആ മരണത്തിൽ നിന്നും രേണു ഒരു വലിയ ഉയർച്ചയിലേക്ക് പോവുകയും സ്വന്തമായി കാർ വാങ്ങി, സ്വന്തമായി വീട് വാങ്ങി, സ്വന്തമായിട്ട് ഒരുപാട് ചീത്തപ്പേർ വാങ്ങി, അങ്ങനെ വലിയ നിലയിലേക്ക് രേണു ഉയർന്നു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ കൊല്ലം സുധിയുടെ പേര് മാറ്റും, വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ. ഓക്കെ, ബാക്കി
രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഗോസിപ്പല്ലേ? ഗോസിപ്പോ? ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോസിപ്പ് മീനിങ് ഇൻ മലയാളം. മലയാളമെങ്കിൽ മലയാളം. ഗോസിപ്പ് കിംവദന്തി, അതാണ് ഗോസിപ്പിന്റെ പേര്. എന്ന വാക്കിന്റെ മലയാള അർത്ഥം പരദൂഷണം, അപവാദം, കിംവദന്തി, നാട്ടുവർത്തമാനം അല്ലെങ്കിൽ ഗോസിപ്പ്. അതായത് പരദൂഷണം പറഞ്ഞു വരുത്തുന്നതിനാണ് ഈ ഗോസിപ്പ് എന്ന് പറയുന്നത്. രേണു ഒരു മുസ്ലിം യുവാവുമായിട്ട് വിവാഹത്തിലാകാൻ പോകുന്നു അല്ലെങ്കിൽ പ്രണയത്തിലാണ് എന്നുള്ള കിംവദന്തി പരത്തിയതാരാ? രേണു തന്നെയാ. രേണുവിനെ കുറിച്ച് ഒരു അപരാധം പറഞ്ഞു വരുത്തിയിട്ട് ചോദിക്കുമ്പോ അത് ഗോസിപ്പല്ലേ? അത് എന്നെ കുറിച്ച് ഞാൻ തന്നെ ഗോസിപ്പ് പറഞ്ഞിറക്കിയിട്ട് ചോദിക്കുമ്പോഴത്തേനും അത് വെറും ഗോസിപ്പല്ലേ? അത് ഗോസിപ്പാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, അത് ഗോസിപ്പാണ്. എന്റെ പൊന്നു രേണുവിനെ കുറിച്ച് മറ്റുള്ളവര് പറഞ്ഞു വരുത്തണം, അതാണ് ഗോസിപ്പ്. അല്ല നിങ്ങൾ തന്നെ വായി തോന്നിയ അപരാധം പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറയുന്നതിനെ ഗോസിപ്പ് നല്ല പറയുന്നത്. അത് നല്ല തല്ല് കിട്ടാതിന് കുറവാ, ബാക്കി പറയാൻ കേട്ട് നോക്കാം. അത് ഉണ്ടോ ഇല്ല നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ല. നോക്കാം 2 വർഷം. അല്ല, ആർക്ക് സമയം തന്ന്? മീഡിയക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഞാൻ 2 വർഷം സമയം തന്നിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിക്കാനായിട്ട് 2 വർഷം സമയം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്കെന്തിനാ സമയം തരുന്നത്? അല്ല, ആർക്ക് സമയം കൊടുത്തേ? ആ മുസ്ലിം യുവാവിന് സമയം കൊടുക്കുന്നത് ആർക്കാണ്ട് പുള്ളിക്കാര് സമയം കൊടുത്തിട്ടുണ്ട്. സമയം വളരെ അമൂല്യമായ സാധനമാണ്. അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ രേണു കാണിച്ച മനസ്സുണ്ടല്ലോ, മനസ്സിൽ നമ്മൾ കണ്ടില്ലെന്ന് വെക്കല്. അപ്പോ 2 വർഷത്തെ ഇനി എത്ര വർഷം ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ, പറയുന്നുണ്ട്. 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടത്തെരുവിനെ കാണാൻ പറ്റുമോ? മിക്കവാറും ഒരു രേണു ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിട്ട് പ്രണയത്തിലാന്ന് പറയുന്നു. അത് ഗോസിപ്പല്ലേ? നിങ്ങൾ അത് വിശ്വസിക്കരുത്. അതൊക്കെ വെറും ഗോസിപ്പാണ്. അതൊക്കെ അസൂയക്കാർ പറഞ്ഞു വരുത്തുന്നതല്ലേ. രേണു തട്ടവിട്ട് കാണാൻ പറ്റുമോ? മേ ബി അതിന് ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഗോസിപ്പ് പറയും, ഞാൻ തന്നെ അത് ഗോസിപ്പാണെന്ന് പറയും, ഞാൻ തന്നെ എന്നെ കുറിച്ച് കുറ്റം പറയും, ഞാൻ തന്നെ അത് ചുമ്മാ കുറ്റം പറഞ്ഞല്ലേ വെറുതെ എന്ന് പറയും. എന്തിനാണ് ഉദ്ദേശം? സത്യം ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ കൊല്ലം സുധീനെ ബ്രാൻഡ് ചെയ്ത് വിറ്റു. അപ്പൊ ജീവിതകാലം മൊത്തം നിങ്ങൾ കൊല്ലം സുധിയുടെ വിധവായിട്ടിരിക്കണം എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം, നിങ്ങൾ നല്ല രീതിക്കൊക്കെ പോകണം. പക്ഷെ ഇമ്മാതിരി തോന്നിവാസം കാണിക്കരുത്. ഓക്കെ, പുള്ളിക്കാരി തന്നെ മുസ്ലിം യുവായിട്ട് വിവാഹം കഴിക്കാൻ പോവാണ്, നമ്മൾ പ്രണയത്തിലാണ് എന്ന സാധനം പലയിടത്തായിട്ട് പറഞ്ഞു വെക്കുന്നത്, ഒരിടത്തല്ല പറയുന്നത്. പിന്നെ ഒന്ന് ചോദിക്കുമ്പോഴത്തേനും അസൂയക്കാർ പറഞ്ഞു തരുന്ന കിംവദന്തി, ഗോസിപ്പ് എന്താണോ എന്തോ. 90% കാണാൻ പറ്റും. 90% രേണുവിനെ തട്ടവിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇനി തട്ടവിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി തട്ടവിട്ട് ആൽബത്തിൽ അഭിനയിക്കുകയാണോ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരി മൊത്തം മിസ്ലീഡിങ്ങിന്റെ ഉസ്താദാണ്. യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒരു ഇമ്മാതിരി മിസ്ലീഡിങ് സാധനങ്ങൾ ഇട്ട് വിടത്തില്ല. അമ്മാതിരി മിസ്ലീഡിങ് സാധനങ്ങളാണ് രേണു പലപ്പോഴായിട്ട് പറയുന്നത്. ഫിറോസൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കേട്ടാണ്. അപ്പൊ അതാണോ എന്ന് അറിയത്തില്ല. ഇനി ഒരു മുസ്ലിം യുവാവായിട്ട് വിവാഹത്തിലാകും എന്നാണ് പറഞ്ഞതെങ്കിൽ 90% കാണാൻ പറ്റുമെന്നാണ് രേണു പറഞ്ഞത്. അപ്പൊ അതങ്ങനെ ഗോസിപ്പാകുന്നേ? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ ഇത്. 10% നമ്മുടെ കയ്യിലല്ലോ. നമ്മളിപ്പം ആലോചിക്കുന്ന തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ, ദൈവത്തിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ രേണുസുതി ദൈവവിശ്വാസമൊക്കെ ഉണ്ട്, ദൈവത്തിൽ അർപ്പിച്ചു ബാക്കിയേക്കാം. Hi, ma'am. Hi. She's a celebrity. Celebrity. Superstar. I love celebrating. എന്നെ പൊക്കി പറയാൻ എനിക്കൊരു പട്ടിയുടെ സഹായം ആവശ്യമില്ല. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് ഞാൻ തന്നെ പറയും. ഞാൻ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ മദാമെ ഞാൻ പോയി കെട്ടിപ്പിടിക്കും. മദാമെ, ഐ ആം ദ സെലിബ്രിറ്റി ഓഫ് ഇന്ത്യ. അതാണ് സംഭവം, മനസ്സിലായോ? ഇതിപ്പോ ഞാൻ കാണിക്കാനുള്ള കാരണം, രേണു കഴിഞ്ഞ ദിവസം SP ബ്ലോഗ്സ് രേണുവിനെ വിമർശിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രേണു പറയുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റി, ഞാൻ ഒരു സാധാരണക്കാരിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പലയിടത്തായിട്ട് രേണു പറയുന്നുണ്ട് ഞാൻ ഒരു സെലിബ്രിറ്റി ആയി പോയതാണോ പ്രശ്നം, ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഈ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ആ പുള്ളിക്കാരി സ്വന്തമായിട്ട് പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റി ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റി ആണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ബനാന ടോക്ക് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അല്പന് അർദ്ധരാത്രിയിൽ എന്തരാണ്ടോ കിട്ടിയപ്പോഴത്തേനും എന്തരാണ്ടൊക്കെ ചെയ്യുമെന്നുള്ളത് ആ സാധനം പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. മദാമെ കെട്ടിപ്പിടിച്ചിട്ട് സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി പോകുന്നുണ്ട്. ഇത് എന്തിനാണ് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും രേണു പറയുന്ന ഒരു കാര്യം കൂടെ, ഈ സെലിബ്രിറ്റി ആണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ കണ്ടൊരു സാധനം കൂടെ കാണാം. വേണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ BB7, ഞാൻ ആരാണെന്ന് ചോദിച്ചോർക്കണം. ഇവൾ ആരാണ് ഇവക്ക് മാനേജ്? എന്റെ പൊന്നു രേണു, BB7ന്റെ കാര്യമൊന്നും പറയില്ലേ. BB7ന്റെ അകത്ത് അവിടെ ചെന്നിട്ട് ഒരു മൂലയ്ക്ക് അവിടെ ഇരുന്നിട്ട് 70-72 ക്യാമറ ഉണ്ട്. ആ ക്യാമറയ്ക്ക് പോലും രേണു എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇടക്കിടക്ക് വന്ന് എന്റെ കിച്ചു, എന്റെ ഋതു എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേനും, ഋതപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേനും ഇവളെ കൊണ്ട് ഒരു കഴകത്തും ഇല്ല. പുറത്ത് നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന സാമാന്യം ഉള്ളെന്ന് പറഞ്ഞ് ലാലേട്ടൻ കയ്യെ പിടിച്ച് പുറത്തിറക്കി വിട്ടതാണ് രേണുവിനെ. പക്ഷെ രേണു അതുവരെ എത്തിയത്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അകത്ത് വരെ കയറിയത് രേണുവിന്റെ അച്ചീവ്മെന്റ് ആണ്. ഇതില്ലെന്ന് ഞാൻ പറയുന്നില്ല. സോ ബിഗ് ബോസ് നിങ്ങൾ അങ്ങ് തകർത്തു എന്നുള്ള രീതി സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് ഉചിതം.
വെക്കാമെന്ന് ചോദിച്ചവരോടാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങളെന്താ രേണുസുധി സെർച്ച് ചെയ്താൽ മതി, എൻ്റെ ബയോ ഒക്കെ വന്നു. അപ്പം മനസ്സിലാവും എനിക്ക് മാനേജറെ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആ ചോദിച്ചവർക്ക് മനസ്സിലാവും. ഓക്കെ, രേണു പറയുന്നത് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ രേണുസുധി എന്ന് നോക്കിക്കഴിഞ്ഞാൽ രേണുസുധിക്ക് മാനേജറെ വെക്കാനുള്ള കഴിവുണ്ടോ, കെൽപ്പുണ്ടോ, സ്കില്ലുണ്ടോ എന്നൊക്കെ അറിയാം എന്നാണ് രേണുസുധി ഇവിടെ സമ്പാദിക്കുന്നത്. അപ്പോ നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടാണ് ഒരാൾക്ക് മാനേജറെ വെക്കാനുള്ള കഴിവുണ്ടോ, രേണു ഒരു സെലിബ്രിറ്റി ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ശരി, നമുക്ക് ഗൂഗിളിൽ പോയി നോക്കിയേക്കാം. ഗൂഗിളിൽ പോയിട്ട് ഗൂഗിളിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. രേണുസുധി നോക്കിയപ്പോഴത്തേനും രേണുവിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വന്നു. അതിനകത്ത് രേണു തന്നെ ഇട്ടിട്ടുണ്ട്, മറ്റേ വൈഫ് ഓഫ് കൊല്ലം സുധി, ഫോർ എൻക്വയറീസ് ഒരു മൊബൈൽ നമ്പർ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റന്റ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ സുനാപ്പി ബയോ അവിടെ കാണിക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചേ? ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വിക്കിപീഡിയയിലും കണ്ടു. ഇവിടെ ഉണ്ട്, ഹൂ ഈസ് രേണു. രേണു സുധി, ദ വൈഫ് ഓഫ് ലേറ്റ് ആക്ടർ കൊല്ലം സുധി. ഇതാണ് ഇപ്പോഴും നിങ്ങളുടെ ഐഡന്റിറ്റി. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ രേണു സുധി അല്ലെങ്കിൽ സംഭവമാണെന്നുള്ള രീതിയിൽ ഗൂഗിൾ പറയുന്നില്ല കേട്ടോ. ഈസ് വെൽ നോൺ എമംഗ് മലയാളീസ്. രേണു ഹു റീസെന്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഓഫ്റ്റൻ ഷെയർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓൺ സോഷ്യൽ മീഡിയ. എ ന്യൂ വീഡിയോ എന്താണ്ട് സാധനം വന്നിട്ട് പിന്നെ ഹൗ ഡിഡ് രേണു സുധി ബിക്കം ഫേമസ്. രേണു സുധി എങ്ങനെയാണ് ഫേമസ് ആയത് നോക്കിക്കളാം. ഒറിജിനലി ആൻഡ് ഇന്റർനെറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ക്രിയേറ്റർ ഓഫ് റീൽ ഫോട്ടോഷൂട്ടും റീൽസിലൂടെയൊക്കെയാണ് രേണുസുധി ഫേമസ് ആയെന്ന് പറയുന്നു. ത്രൂ ബോൾഡ് ഫാഷൻ കണ്ടന്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ പോസ്റ്റ്, ഇതിലൂടെയൊക്കെയാണ് രേണുസുധി ഫേമസ് ആയതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ രേണുസുധിയുടെ കുറെ ഇമേജസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. രേണുസുധിയുടെ ഫേസ്ബുക്ക് പേജ്, രേണുസുധിയുടെ മറ്റേ പോസ്റ്റ്, കൊഞ്ഞ ആ പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് എന്റെ സ്വന്തം പേരും സെർച്ച് ചെയ്ത് നോക്കാം. എന്റെ സ്വന്തം പേരെന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം പേര് അടിച്ചിട്ടേ ഇല്ല, മാസ്റ്റർ മൈൻഡ് വന്നു ഇരിക്കണം. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്റെ കുറെ വീഡിയോസ് വരുന്നു. എന്റെ യൂട്യൂബിലെ പ്രൊഫൈലിന്റെ ബയോ അവിടെ വരുന്നു, എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോ അവിടെ വരുന്നു. അപ്പൊ ഞാനും സെലിബ്രിറ്റി ആണോ? ഞാൻ സെലിബ്രിറ്റിയാണ്. എന്റെ രേണു ഒരാള് സെലിബ്രിറ്റി ആണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത് ഗൂഗിളിൽ വരുന്ന സാധനങ്ങളുടെ പേര് വെച്ചിട്ടല്ല, ഗൂഗിളിൽ വരുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടല്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോവിന്ദച്ചാമി നമ്മൾ സെർച്ച് ചെയ്താലും ഗൂഗിളിൽ കിട്ടും. ഗോവിന്ദച്ചാമി സെലിബ്രിറ്റി ആണോ, ഗോവിന്ദച്ചാമി ഒരു മാനേജറെ വെക്കണോ, ഹിറ്റ്ലറിനെ നോക്കിയാലും നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ലയോ? നമ്മുടെ ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ നോക്കിയാലും കിട്ടും. അപ്പൊ ഗൂഗിളിൽ നോക്കിയിട്ടല്ല ഒരാൾ സെലിബ്രിറ്റി ആണോ അല്ലയോ, മാനേജറെ വെക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് അധികം തിരക്കുകളുണ്ട്, നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്യാനുണ്ട്, നിങ്ങളൊരു മാനേജറെ വെക്കുന്നു. ദാറ്റ്സ് ഓൾ, പരിപാടി തീർന്നു. എനിക്ക് തിരക്കും കാര്യങ്ങളും ഉണ്ട്, എന്റെ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ ഒരാളെ വേണം, മാനേജറെ വെക്കുന്നു. അത്രയേ ഉള്ളൂ സംഭവം. ഗൂഗിള് നോക്കടാ, ഗൂഗിളിൽ രേണുസുധി നോക്കടാ, കാണാൻ ഇതിനകത്ത് രേണു, അപ്പൊ അറിയാം നമ്മൾ ആരാന്നുള്ളത്. ഗൂഗിളില് സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി ആരെയെ നോക്കിയാലും കിട്ടും. 22,000 സബ്സ്ക്രൈബറുള്ള എന്നെ നോക്കിയിട്ട് അതിനകത്ത് കിട്ടി. എന്നെ ഒരു പട്ടിക്കുട്ടിക്ക് പോലും അറിയത്തില്ല, പക്ഷെ എന്നെ കിട്ടിയില്ല അതിനകത്ത്. ഇത്താണേ ഉള്ളു സംഭവം, അല്ലാതെ രേണുസുധി വലിയ സംഭവം. എന്തായാലും കൊള്ളാം. ഈ വിഷയത്തെ കുറിച്ചുള്ള അധികം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തു. രേണുസുധി കെട്ടാൻ പോകുന്ന ആ C4 ആരാണെന്നുള്ളത് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യാൻ പറ്റുമായിട്ടാണ്.